ഏയ്, സൈക്കിൾ ഓടിക്കുന്ന POV വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമേ. കാരണം എനിക്ക് കുറച്ച് ഭക്ഷണം ചെന്നില്ലെങ്കിൽ ഈ തണുപ്പത്ത് സൈക്കിളൂടെ ചവിട്ടാൻ പറ്റില്ല. ശരിക്കും നല്ല ടയർഡായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇന്നത്തെ ദിവസം പോകാതിരിക്കാൻ പറ്റില്ല. ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചു മിസ്സാക്കണ്ടെന്ന്. പുറത്തിറങ്ങി സൈക്കിൾ സ്റ്റാൻഡ് പോകുന്ന വഴിക്കാണ് ട്ടോ ഈ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നത്. ഇത് ചെറി ബ്ലോസം ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്തൊക്കെയായാലും നല്ല ഭംഗിയുണ്ട്. ഇന്നത്തെ ദിവസം എനിക്ക് വളരെ പ്രധാനപ്പെട്ട. അതൊരു പെസഹ ആയതുകൊണ്ടൊന്നല്ല. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നാട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ പോയ ഒരു കാര്യം പോലും എനിക്ക് നിശ്ചയമില്ല കേട്ടോ. കാരണം അങ്ങനെയൊക്കെ പോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലമായി. എന്നാൽ ഇന്ന് ഇവിടെ എനിക്ക് ചുറ്റും ആരുമില്ലാത്ത സാഹചര്യത്തിൽ എനിക്കിപ്പോൾ ശരിക്കും പള്ളി ഒരു പ്രാർത്ഥിക്കുന്ന സ്ഥലം മാത്രമല്ല, സമാധാനമായിട്ട് കുറച്ചു നേരം എനിക്ക് പരിചയമുള്ള ഈ നാട്ടിൽ എനിക്ക് ഒരാളെ ശരിക്കും പരിചയമുള്ളൂ, കർത്താവിന് മാത്രം. അങ്ങേരെ അടുത്ത് കുറച്ചു നേരം പോയി ഇരുന്ന് ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന് പ്രത്യാശിക്കാനും എനിക്ക് കിട്ടുന്ന ഒരു ഇടം കൂടിയാണ് കേട്ടോ ശരിക്കും ഇത്. അപ്പോൾ സൈക്കിൾ സ്റ്റാൻഡിൽ നിന്ന് സൈക്കിൾ എടുത്ത് നമ്മൾ ഇറങ്ങുകയാണേ. ഇങ്ങനെ ഒരു യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതും ഞാൻ ഇവിടെ നാട്ടിലത്തെ ഓർമ്മയിൽ വലിയ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ വലിയ കാരണവന്മാർക്കൊക്കെ ഉള്ള ദിവസമാണ്, അല്ലെങ്കിൽ നാട്ടിലെ ആണുങ്ങളുടെ ദിവസം എന്നാണ് എനിക്കതിന് തോന്നാറ്. നമുക്ക് എന്താ കാര്യമായിട്ടുള്ളത്? വേണമെങ്കിൽ അവിടെ പോയി നമുക്ക് പ്രാർത്ഥിക്കാം, പിന്നെ കുറേ നേരം അവിടെ നിൽക്കാം, പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, പ്രദക്ഷിണത്തിലൊക്കെ പങ്കെടുക്കാം. ഇങ്ങനെ കുറേ പരിപാടികളാണ് സ്ത്രീകൾക്കുള്ളത്. നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, പണ്ട് മുതലേ ഞങ്ങളുടെ കുർബാന കുറച്ച് നീളമുള്ളതായിരുന്നു. അപ്പം എനിക്ക് നല്ലോണം ബോറടിക്കും. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് അന്ന് എന്തിനാ ഇത്ര നീളമുള്ള കുർബാന വെക്കുന്നത്, കുറച്ച് മതിയില്ലേ. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായിടത്തോളം ഒരു മനുഷ്യൻ്റെ കോൺസെൻട്രേഷൻ നിൽക്കുന്നത് വളരെ കുറച്ച് സമയമാണ്. അപ്പോഴാണ് നമ്മൾ കുർബാന ഇത്രയും നീട്ടി വെച്ചാൽ എന്തോരം നേരം നമ്മളത് ശ്രദ്ധിക്കും. അതും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ, അതും എല്ലാവരും തിങ്ങി നിറഞ്ഞിട്ടുള്ള പള്ളികളിൽ. ഞാൻ വരുന്ന ഇടവകേനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇടവകയുടെ പേര് അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഇടവക കുറച്ചധികം കുപ്രസിദ്ധമായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ഉള്ള ഒരു ഇടവകയാണ്. അതുകൊണ്ട് ഞാൻ ഇടവക ഏതാണെന്ന് പറയാതെ ഞാൻ കാര്യം പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. എൻ്റെ പള്ളി എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ഞാൻ പിന്നെ വരാം. പക്ഷേ പള്ളിയിൽ എല്ലാവരും തിക്കിക്കൂടി നിന്ന് നമുക്ക് നിൽക്കാനോ ഇരിക്കാനോ സ്ഥലമില്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ആത്മീയത കണ്ടുപിടിക്കാൻ വലിയ പാടന്നെ ശരിക്കും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ ഹിന്ദു മിത്തോളജികളിലൊക്കെ പറയുന്ന, അതുപോലെ ഹിന്ദുയിസത്തിൽ പറയുന്ന, ഇന്ത്യൻ ഫിലോസഫി പറയുന്ന മെഡിറ്റേഷനോട് എനിക്ക് ഇത്തിരി താല്പര്യമുണ്ട്. എനിക്കതിന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ സൈലൻസ് ഉണ്ട്, സമാധാനമുണ്ട്, ഇടികൂടാതെ ഇരുന്ന് നമ്മൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്ന പരിപാടിയാണ് എൻ്റെ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ പലതരത്തിലായിരിക്കും. എനിക്ക് മെഡിറ്റേഷൻ ഇഷ്ടമുള്ളത് കൊണ്ടോ കൂടി ആയിരിക്കാം എനിക്ക് ഈ ഭയങ്കര തിരക്കുള്ള പള്ളിയിൽ പോയിട്ട് ഇടികൂടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ നമ്മൾ എന്തിനാ പോകുന്നത്? നമുക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് വേണമെങ്കിൽ പാട്ടൊക്കെ പാടുന്ന ഗായക സംഘത്തിലെ ആളുകളാണെങ്കിൽ അവർക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പണ്ട് മുതൽ ആലോചിക്കുമായിരുന്നു, ഒരു പെസഹ വ്യാഴത്തിന് കാല് കഴുകുന്ന പരിപാടിയില്ലേ, ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു എന്ന് പറഞ്ഞിട്ട് 12 പേര് വിളിച്ച് കാല് കഴുകും. മിക്കവാറും ഞങ്ങളുടെ അവിടെ ഓൾട്ടർ സംഘത്തിലുള്ള ആളുകളെയായിരിക്കും കാല് കഴുകാൻ വിളിക്കുക. എൻ്റെ ഓർമ്മയിൽ ഞാൻ പോയ കാലത്ത് കുർബാനയ്ക്കൊന്നും സ്ത്രീകളെ, ഞങ്ങളുടെ ഇടവകയിലത്തെ കാര്യം പറയുന്നത്, ഇത് കേൾക്കുമ്പോൾ എല്ലാവരും എൻ്റെ പുറകെ ഞങ്ങളുടെ ഇടവകയിൽ അമ്മമാരെ കൊണ്ടുവരുന്നു, കൊച്ചു പെങ്ങന്മാരെ കൊണ്ടുവരുന്നു എന്നൊന്നും പറയണ്ട. ഉണ്ടെങ്കിൽ ഉണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല, ഞാൻ പോയിരുന്നു എൻ്റെ ഇടവകയിൽ. അപ്പം ഇത് ആൺപിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അവരുടെ കാലച്ഛൻ കഴുകും, അവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെലിബ്രേഷൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഭയങ്കര ചൂടും നീരാവിയും ഒക്കെയും ആയിരിക്കും, പ്രത്യേകിച്ച് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ ഇത്തവണത്തെ പോലെ ഭയങ്കര സമ്മറല്ലേ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥന എവിടെയോ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം. പിന്നെ ഒരുപാട് ശ്രമിച്ച് പ്രാർത്ഥിക്കാൻ പോയാലും ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂറിനപ്പുറം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു കാലത്തും പറ്റാറില്ല. ഇപ്പോഴും അതിനുള്ള കഴിവൊന്നും എനിക്ക് ഈശോ തന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ ഇനി സന്തോഷമായിട്ട് സൈക്കിൾ ചവിട്ടി പോകുന്നതിൻ്റെ
റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ മാസം ഞാൻ ഈ ചേർച്ചിൽ പോയി. ഞാൻ പോകുന്ന ചേർച്ച് ഒരു ഡച്ച് ചേർച്ചാണ് കേട്ടോ. മലയാളികൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ആരും കണ്ടിട്ടില്ല. ഒരു ബാംഗ്ലൂരിനെ കണ്ടിട്ടുണ്ട്, അത്രമാത്രം. അപ്പൊ അന്ന് അച്ഛൻ കുർബാനയുടെ ഇടയിൽ പറഞ്ഞു, നമുക്ക് പെസ വ്യാഴത്തിന് ഫീറ്റ് വാഷ് ചെയ്യാനായിരുന്നു, കാല് കഴുകുന്ന പരിപാടിയില്ലേ, അതിന് 12 പേരെ ക്ഷണിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പേർക്കൊക്കെ പേര് തരാം. ഒരുപാട് പേരുണ്ടെങ്കിൽ ഞാൻ ലോട്ട് ഇട്ടിട്ട് എടുക്കും. ചിലപ്പോൾ 12 പേരോ, അല്ലെങ്കിൽ സമയം കുറവാണെങ്കിൽ ഞാൻ 6 പേരിൽ വെച്ച് ഒതുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഓ അത് ഈ നാട്ടുകാർക്കുള്ള സംഭവമല്ലേ, ഇതിനകത്ത് എനിക്ക് എന്താ റോള് എന്ന് വിചാരിച്ച് ഞാൻ ആ കാര്യത്തിന് അങ്ങ് നമ്മുടേതല്ലല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങ് ഇറങ്ങി. പക്ഷെ എന്റെ മനസ്സിലാരോ പറയുന്ന പോലെ തോന്നി, ഒരു ട്രൈ ചെയ്ത് നോക്കി നോക്ക്, ഇതൊരു ചാൻസ് ആണെങ്കിലോ. എനിക്ക് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ വല്ലാണ്ട് ബാക്ക് അടിച്ച് നിൽക്കും, നമുക്ക് പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ. പക്ഷെ ആ സമയത്ത് നീ ഒന്ന് ട്രൈ ചെയ്യുന്ന നമ്മുടെ ഉള്ളിൽ ആരെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നമ്മളത് കേൾക്കണം. അപ്പം ഞാൻ വിചാരിച്ചു, ശരി എനിക്ക് എന്തായാലും ഇത് ചെയ്തേ പറ്റൂ എന്ന് കരുതി. ഞാൻ നോക്കുമ്പോൾ തന്നെ സൈക്കിൾ സ്റ്റാൻഡിൻ്റെ അവിടെ വന്നിട്ട് അച്ഛൻ ആരോടോ വർത്താനം പറയുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു ഡച്ചുകാരനാണ് കേട്ടോ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, പതുക്കെ അങ്ങ് ചെന്നിട്ട് ചോദിച്ചു, അച്ഛാ എൻ്റെ പേര് ഗ്രീമ എന്നാണ്, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, എനിക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനെന്താ സാധിക്കാതിരിക്കാൻ, പേര് തായോ, ഒരുപാട് പേരുണ്ടെങ്കിൽ ഞാൻ ലോട്ട് എടുത്തെടുക്കും, ചിലപ്പോൾ ഞാൻ 12 പേര് വിളിക്കില്ല, 6 പേരെ വിളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അധികം ഹോപ്പൊന്നും വെച്ചില്ല, നമ്മൾ ഈ നാട്ടുകാരല്ലല്ലോ, അപ്പം നമ്മൾ അധികം ഹോപ്പൊന്നും വെക്കുന്നത് അതത്ര ശരിയുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ ഒരു മാസം കഴിഞ്ഞു, ഏതാണ്ട് 3 ദിവസം മുമ്പ് എനിക്ക് അച്ഛൻ്റെ SMS വന്നു. അപ്പോൾ അതിൻ്റെ പേര് പാട്രിക് എന്നാണ് കേട്ടോ. പാട്രിക് എന്ന് പറഞ്ഞിട്ട് SMS വന്നപ്പോൾ എൻ്റെ ഒരു ചേട്ടനുണ്ട്, പാട്രിക് ചേട്ടൻ. അപ്പോൾ എൻ്റെ ചേട്ടനാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ അച്ഛൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വായോ, ഫീറ്റ് വാഷ് ചെയ്യാവുന്ന ദിവസത്തിലേക്ക് നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അത് അതിനെ എന്ത് തരത്തിൽ ഞാൻ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം അതെൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സബ്മിറ്റ് ചെയ്ത ഒരു സയൻറ്റിഫിക് സ്റ്റഡി റിജക്റ്റ് ആയിരിക്കുക. ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഇൻവൈറ്റ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി, എനിക്കിവിടെ ആകെ പരിചയമുള്ളത് കർത്താവിന് മാത്രം. എല്ലാവരും തള്ളി കളഞ്ഞപ്പോൾ കർത്താവെങ്കിലും എന്നെ വിളിച്ചല്ലോ എന്ന് എനിക്കൊരു ഹോപ്പ് എനിക്ക് തോന്നി. ഇതൊക്കെ കേൾക്കുന്ന, ഈ സൈക്കിൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവളെന്തിനാ ഇത്ര അധികം റിലിജ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാനൊരു റിലീജിയസ് ആയ ആളാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പോകെ ഞാനൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അതിൻ്റെ വേറൊരു റീസൺ ഒരു പക്ഷേ ഈ ഏകാന്തത കൂടി ആയിരിക്കും കേട്ടോ. ഞാൻ ഭയങ്കര ഒറ്റയ്ക്കാണ്. അതും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അടുക്കാനായിട്ടുള്ള ഒരു റീസൺ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഈ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞില്ല അല്ലേ, ഇത് എൻസ്റ്റേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാൻ ഈ സൈക്കിൾ ചവിട്ടുന്നത്. ഇത് നെതർലാൻഡ്സിലാണ്. അപ്പം നമ്മളിപ്പോൾ ചവിട്ടി ടൗൺ എത്തി. ടൗണിൽ പള്ളിയുടെ ഒരു സൈഡ് ഡോർ വഴി കയറുന്ന പരിപാടിയുണ്ട്, അങ്ങോട്ടാണ് ചെല്ലുന്നത്. കുർബാന ഇത് 7 മണിയാണ് കേട്ടോ സമയം. 7 മണിയായിട്ടും സൂര്യനൊക്കെ ഉണ്ട്. 7 മണിയായിട്ട് കുർബാനയാണെങ്കിലും ഞാൻ എത്തുന്നത് 7:30 അല്ല 7:15 ആവാറായി. പക്ഷെ കുഴപ്പമില്ല അല്ലേ, നമ്മുടെ കർത്താവിനറിയില്ല നമ്മൾ ടയർഡായിട്ടാണെന്ന്. അപ്പം ഇതാണ് കേട്ടോ പരിപാടി. Mandatum novum novo vobis.
കാൽക്കഴുകൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴേ എൻ്റെ മനസ്സൊരു നിമിഷം എൻ്റെ നാട്ടിലോട്ട് പോയി. നമ്മുടെ നാട്ടിലെ പള്ളികളിൽ ഒരു ബംഗാളി തൊഴിലാളിനെയോ അല്ലെങ്കിൽ തീരെ പാവപ്പെട്ട ഒരു അതിഥി തൊഴിലാളിനെയോ വന്നാല് അവർക്ക് ഇതുപോലത്തെ ഒരു തുല്യത നമ്മൾ നൽകുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ ഞാൻ ഒന്നുമല്ല, ഞാനിവിടെ ഒരു ഗവേഷക വിദ്യാർത്ഥി മാത്രമാണ്. എനിക്കിവിടെ കിട്ടിയ ചേർത്ത് പിടിക്കൽ ഇന്നത്തെ ദിവസം അത് ശരിക്കും ഒരു ടച്ചിങ് ആയിരുന്നു. ഇവിടെ തികച്ചും അപരിചിതരായിട്ടുള്ള ആളുകളുടെ ഇടയ്ക്ക് എനിക്ക് ഇത്തവണ ലഭിച്ച പരിഗണനയില്ലേ, അത് ശരിക്കും എന്നെ വല്ലാതെ സ്പർശിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും കർത്താവ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ സമയം ഇവിടെ ഏതാണ്ട് ഒരു 8:30 കഴിഞ്ഞു. ആക്ച്വലി കുർബാന 7 മണിക്ക് തുടങ്ങിയ കുർബാന എല്ലാ ശുശ്രൂഷകളും ഒക്കെ ചേർന്നപ്പോൾ തന്നെ കറക്റ്റ് 8 മണിയാകുമ്പോഴത്തേനും തീർന്നു. പിന്നെ എനിക്ക് എൻ്റെ അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നിന്നപ്പോഴത്തേനും കുറച്ച് ലേറ്റായി. കുറച്ച് ലേറ്റായെന്നും പറയാൻ പറ്റില്ല, സമയം 8:30 ആയിട്ടുള്ളൂ. ഒരു മഞ്ഞ് കാരണം തണുപ്പുള്ളത് കൊണ്ടാണോന്ന് അറിയില്ല, എല്ലാവരും നേരത്തെ ഉറങ്ങും. അപ്പോൾ നമുക്ക് പതുക്കെ സൈക്കിൾ ചവിട്ടി പോവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പതുക്കെ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. ഈ സൈക്കിൾ യാത്ര പോലെ തന്നെയാണ് കേട്ടോ ഇപ്പം എൻ്റെ ലൈഫ്. തനിച്ചാണെങ്കിലും ഭയങ്കര പ്രത്യാശയോടെ ഞാനിങ്ങനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും സമാധാനം ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്തോട്ടാ ഇടയ്ക്ക്. ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.